എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വളരെ ടേസ്റ്റുമാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസമല്ലേ. എന്നാൽ പിന്നെ നമുക്ക് അതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണേ, അതും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് രണ്ട് നമ്മൾ കാര്യമായിട്ട് എരിവിന് ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പം അത് നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പിന്നെ സോയാ സോസ് 3 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വിനീഗറും, പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കോൺഫ്ലവർ, അതും 3 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു മുട്ട, അതും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ലോണം അതൊന്ന് മിക്സായി വരണം. ഇതെല്ലാം കൂടി അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ. പുറത്ത് പോയി പോകാണ്ട് കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊന്നും ആയി പോകാണ്ട് ഇളക്കിയെടുക്കാം. നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണ്ടേ. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. അപ്പം ബോൺലെസ് ചിക്കൻ കഴുകി വെള്ളം ഒട്ടും ഇല്ലാണ്ട് വാർത്ത് വെച്ചതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് നല്ലോണം ഈ മസാലയെല്ലാം നല്ലോണം കോട്ടായി വരുള്ളൂ. കണ്ടോ, ഡ്രൈ ആയിട്ട് മസാല ഇങ്ങനെ ഒട്ടി നിൽക്കണം. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ നേരം അങ്ങനെ വെക്കണം. എന്നാലേ മസാല അതിൽ നല്ലോണം പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഉണ്ടോ, 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് സൺഫ്ലവർ ഓയിൽ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. സൺഫ്ലവർ ഓയിലേ എടുക്കാവൂ. സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിലിടണം. ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത്ര തീയൊന്നും പാളിച്ചിട്ടിങ്ങ് തീപ്പൊള്ളിന്നൊന്നും പറയണ്ട. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ചൂടിൽ വെച്ചാൽ മതി. എന്നിട്ടെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് നിറയെ നമുക്ക് ഇടാൻ പറ്റുന്ന അത്ര ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് ഒരു 1.5-2 മിനിറ്റ് വെക്കാം. ഇല്ലെങ്കിൽ 1.5 മിനിറ്റ് തന്നെ മതി. അപ്പോൾ ഇത് ഊറ്റിയിട്ട് ഇനി അടുത്ത ബാച്ചിലിട്ട് കൊടുക്കുക. അതിലൊന്നും അങ്ങനെ എണ്ണ അതിലങ്ങ് അബ്സോർബായി പോട്ടെ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ പഴയ ഇത് ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ. ആ ഓയിൽ ചൂടോടെ തന്നെ അത് അടുപ്പത്ത് നിന്ന് എടുത്ത് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതും പൊടിയായി അരിഞ്ഞത് തന്നെ, അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം പോയതിന് ശേഷം 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. അതും നല്ലോണം ഒന്ന് മൂത്തോട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വലിയുള്ളി ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ടതാണ് 1 കപ്പ് ക്യാപ്സിക്കം. രണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണേ, കാരണം നമ്മൾ സോസെല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് അതിന് അത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ക്രഞ്ചിനെസ് പോകാണ്ട് നോക്കണേ. ഇനി ഒരു ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് തന്നെ പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസ് 5 ടേബിൾ സ്പൂണാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിങ് ഓണിയൻ മുറിച്ചിട്ടത് ചേർത്തിട്ട് നല്ലോണം ഇതൊരു പേസ്റ്റായി വന്നില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ചേർത്തിട്ട് നല്ലോണം ഇളക്കി നല്ലോണം ആ മസാല മൊത്തം ഇതിലങ്ങ് കോട്ടായി വരണം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഭംഗി പോലെ തന്നെ തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര
ഭയങ്കര ടേസ്റ്റാണ്. നല്ല നല്ല ഒത്ത എരിവും ഒത്ത പുളിപ്പും ഈ സോസിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടല്ല കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച നമുക്കിനി വേറൊരു ഡിഷുമായിട്ട് വരാം. കണ്ടില്ലേ ചിക്കൻ കണ്ട അങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ല അങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇത് ടേസ്റ്റാണെന്നറിയോ? അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വരുന്നത് വരെ താങ്ക് യു.